ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ആഹ്ലാദകരവും ആസ്വാദ്യകരവുമായ ഒരു പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് വൈദ്യുതി നിലച്ചാൽ അത് രാത്രി സമയത്താണെങ്കിൽ നാം എത്രമാത്രം അസ്വസ്ഥരും നിരാശിതരുമായി തീരും. അപ്പോഴാണ് വെളിച്ചത്തിൻ്റെ മഹത്വവും അന്ധകാരത്തിൻ്റെ ഭീകരതയും നാം തിരിച്ചറിയുന്നത്. നമ്മുടെ സകല സന്തോഷത്തെയും അത് തല്ലിക്കെടുത്തി ഇല്ലാതാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് വൈദ്യുതി തകരാറുകൾ നീക്കം ചെയ്തോ, ജനറേറ്റർ പ്രവർത്തിപ്പിച്ചോ, ഇൻവെർട്ടർ വഴിയോ ഒക്കെ വെളിച്ചം പുനഃസ്ഥാപിക്കാൻ സംഘാടകർ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാറുണ്ടല്ലോ. സാധാരണ ജീവിതത്തിലെ പകലും രാത്രിയും നമുക്ക് അസ്വസ്ഥമല്ല. കാരണം അത് പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമാകിയാൽ നാം അതിനോട് യോജിച്ച് ജീവിക്കുന്നു. എന്നാൽ സന്തോഷകരമായ ജീവിത സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ സംഭവിക്കുന്ന അന്ധകാരമാണ് ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നതും തകിടം മറിക്കുന്നതും. ഞാനും നിങ്ങളുമെല്ലാം വെളിച്ചത്തിൻ്റെ ഓരോ സ്രോതസ്സുകളാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. സന്തോഷകരമായ ഒരു ജീവിത സാഹചര്യത്തിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ സ്ഥാനം. അവിടെ നമ്മിലെ വെളിച്ച സ്രോതസ് അണഞ്ഞു പോയാൽ ആ സമൂഹത്തിന് ഉണ്ടാകാവുന്ന ഭീകരവും അസ്വസ്ഥവുമായ അവസ്ഥ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ആ അവസ്ഥയ്ക്ക് കാരണമായി തീരുന്നത് എന്നിലെ വെളിച്ചം കെട്ടുപോയത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് കെട്ടുപോയ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം ആ സമൂഹത്തിന് ഏറ്റവും വലിയ ബാധ്യതയോ ഉപദ്രവമോ ആയി മാറുകയാണ് എന്ന് തിരിച്ചറിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഇത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. ഈ വാചകത്തിൽ തന്നെ നാം സൃഷ്ടിക്കുന്ന അന്ധകാരത്തിൻ്റെ വലിപ്പം, ഭീകരത എല്ലാം ദർശിക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അന്ധകാര ചിന്തകൾ തിരിച്ചറിഞ്ഞ് അവയെ ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ നമ്മിൽ വെളിച്ചം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മിലെ വെളിച്ചം കെടുത്തുന്ന ചില അന്ധകാര ചിന്തകൾ സൂചിപ്പിക്കട്ടെ. 1. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല എന്നീ ചിന്തകൾ അന്ധകാര ചിന്തയാണ്. ഇത് നമ്മുടെ പ്രസന്നഭാവത്തെ നശിപ്പിക്കുകയും നമ്മെ നിഷ്ക്രിയരും നിരാശിതരും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അകലുന്നവരുമാക്കി തീർക്കുന്നു. സമൂഹത്തിൽ ഇടപെടുന്നതിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്നു. നാം എല്ലാവരിൽ നിന്നും അകന്നവരായി ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 2. മറ്റുള്ളവർ തമാശകൾ പറഞ്ഞ് ചിരിക്കുമ്പോൾ അവർ എന്നെ കളിയാക്കി ചിരിക്കുന്നു എന്ന് കരുതി അവരോട് ശത്രുത തോന്നുന്നത് ഒരു അന്ധകാര ചിന്തയാണ്. ഹ്യൂമർ സെൻസ് എന്ന പദം മലയാളത്തിൽ നിന്ന് പൊതുവെ പരിചിതമാണ്. തമാശകളെ ആസ്വദിക്കുവാനും രസിക്കുവാനും കഴിയുന്ന മനസ്സ് നാം വളർത്തി എടുക്കണം. തമാശകൾ പറഞ്ഞ് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ അന്ധകാരത്തെ നീക്കുവാൻ ആവശ്യമാണ്. 3. എല്ലാ വിഷയത്തിൻ്റെയും നിഷേധാത്മക വശം മാത്രം കണ്ട് നിരാശപ്പെടുന്നത് ഒരു അന്ധകാര ചിന്തയാണ്. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ പ്രത്യാശയോ പ്രതീക്ഷയോ നിലനിർത്തുവാൻ സാധിക്കുകയില്ല. ജീവിത വിജയം നേടുവാനും അവർക്ക് സാധ്യമല്ല. എല്ലാ വിഷയങ്ങൾക്കും ഒരു പോസിറ്റീവ് വശമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ വലുതാക്കി ചിന്തിക്കുവാനും ആ പോസിറ്റീവ് വശം നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ നമ്മളത് ആഹ്ലാദത്തോടു കൂടി സ്വീകരിച്ച് എല്ലാ വിഷയങ്ങളും നന്മയിൽ പര്യവസാനിക്കും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കണം. 4. എല്ലാവരോടും കയർത്തും ആക്രോശിച്ചും സംസാരിച്ച് സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ഒരു അന്ധകാര ചിന്തയാണ്. അമിത അഹംബോധത്താൽ ആരെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ എല്ലാവരോടും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുകയും സ്നേഹിക്കുന്നവരുടെ സ്നേഹം തിരിച്ചറിയാതെ അവരോട് പോലും ക്രൂരമായി പെരുമാറുകയും ചെയ്ത് സമൂഹത്തിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭാവമാണിത്. ഈ വികലതകളെ തിരിച്ചറിഞ്ഞ് നമ്മിൽ നിന്ന് ഇത്തരം ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിനെ ഏകാഗ്രമാക്കി ഈ വികലഭാവങ്ങൾ ഓരോന്നായി വേരോടെ ഞാൻ പിഴുതെറിയുന്നു എന്ന് വളരെ ഉറച്ച തീരുമാനത്തോടു കൂടി മനസ്സിനോട് പറഞ്ഞ് പിഴുതു കളയുവാനും അപ്രകാരം പിഴുതു കളയുന്നവ വീണ്ടും തിരിച്ചു വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. സാധാരണ കുമ്പസാരത്തിനായി വരുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. എല്ലാ തവണയും വരുമ്പോൾ ഒരേ പാപം ആവർത്തിച്ച് പറയുകയും ഒരിക്കലും ഒരു പാപവും നമ്മിൽ നിന്ന് മാറാതിരിക്കുകയും ചെയ്യുന്നതിന് പകരം 1 മാസം കൊണ്ട് നമ്മിലെ ഒരു പാപത്തെ പിഴുതെടുത്ത് കളയും എന്ന് തീരുമാനിച്ച് പോവുക. ഏറ്റവും കുറഞ്ഞത് 12 മാസം കൊണ്ട് 12 പാപങ്ങളെങ്കിലും പൂർണ്ണമായി നമ്മിൽ നിന്ന് ഇല്ലാതാകുമല്ലോ. അല്ല എങ്കിൽ നമുക്ക് നല്ലവരാകണം എന്ന ആഗ്രഹം ആത്മാർത്ഥമായി ഈ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ നമ്മുടെ കുമ്പസാരങ്ങളും നമ്മുടെ പശ്ചാത്താപങ്ങളും വ്യർത്ഥമായി മാറുകയാണ്. അല്പമെങ്കിലും നമുക്ക് നല്ലവരാകണമെന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമായി നമ്മിലുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് ഒരു പാപത്തെ, ഒരു അന്ധകാര ശക്തിയെ തുരത്തുവാൻ ശ്രമിക്കുക, അതിൽ വിജയിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 5 വർഷം കൊണ്ടെങ്കിലും നമുക്ക് ഒരു നല്ല ക്രിസ്ത്യാനിയാകുവാൻ സാധിക്കും.
അല്ലാത്ത പക്ഷം 50 വർഷം കഴിഞ്ഞാലും നല്ല ക്രിസ്ത്യാനിയാകാതെ മരിക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. നമുക്ക് ചിന്തിക്കാം. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യം. നമ്മിലെ വെളിച്ചം ഇരുട്ടാകാതെ സൂക്ഷിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.